സ്വന്തം ഏട്ടന്റെ അടിമയായി ജീവിതകാലം മുഴുവൻ ജീവിച്ചു മരിക്കാനാ നിങ്ങളുടെ വിധി. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് കാണണ്ട. അന്തസ്സുള്ളൊരു ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചത്. ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്നെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഇന്ന ആളാണ് എന്റെ ഭർത്താവെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് ഇനി ഒരു ന്യായീകരണവും വേണ്ട. സ്വന്തം ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കണ്ട. കള്ളനെയും ഗുണ്ടയൊന്നും ആരും സ്നേഹിക്കില്ല, ഒരു പെണ്ണും. എന്നാൽ ഇത് വലിയൊരു ദുരന്തമായി പോയല്ലോ പ്രതാപ. മോനെ ഉണ്ണി, നീ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. കള്ളപ്പണം വെളുപ്പിക്കലും സ്പിരിറ്റ് കടത്തലും അനധികൃതമായിട്ട് മണൽ കടത്തലും ഒക്കെ ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊക്കെ മോനും അറിയാവുന്നതല്ലേ. ഇടയ്ക്ക് ഇതുപോലെ എന്നെ പോലീസും പിടിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും കാര്യങ്ങൾ ഇതുപോലെ നാട്ടുകാരും ബന്ധുക്കളൊന്നും അറിഞ്ഞിട്ടില്ല. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പഴുതും അടച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പണം സമ്പാദിക്കാൻ ഇതുപോലെ നല്ലൊരു മാർഗമില്ല. പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ചെയ്തതല്ലേ, അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും ഉണ്ട്. സാരമില്ല, മോനൊന്നൂടെ അവളെ പോയി ഒന്ന് കാണാം, എന്നിട്ട് തണുപ്പിക്കേ. ഞാൻ പറയുന്നത് കേക്ക്. മോളെ അങ്ങനെ തണുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മേ. എന്നാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, ഇവനൊരു കഴുതയാണല്ലോ എന്റെ പ്രതാപ. ആ കഴുത അമ്മയുടെ കൊച്ചുമോളുടെ ഭർത്താവാ. അവക്ക് നാളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനാ. അതുകൊണ്ട് അവളുടെ മുമ്പ് വെച്ച് അവനെ കൊച്ചാക്കരുത്. അങ്ങനെ വന്ന വിധവയെ പോലെ അവളിവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും. പ്രതാപ മറക്കരുത്. കരുണേ, നിങ്ങളോട് പോവാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ മുറിയിലേക്ക് വരുന്നത്? നമ്മൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാല് അവിടെയും ജയിക്കുന്നത് നിന്റെ ചേച്ചിയാണ് കരുണേ. ഓ, ഇപ്പൊ പിന്നെ അവള് തോറ്റിരിക്കുകയാണല്ലോ. നിങ്ങൾക്കൊരു അവകാശമില്ലാത്ത വീടാ അത്. പിന്നെ എന്തിന്റെ പേരിലാ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടത്? അവിടുന്ന് നാളെ നിങ്ങളുടെ ഏട്ടൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ നിങ്ങളുടെ അമ്മയ്ക്ക് പോലും തടയാൻ പറ്റുമോ? കണ്ണന്റെ കരുണയില് എനിക്ക് ജീവിക്കണ്ട. പിന്നെ നിങ്ങൾ വന്ന് വിളിച്ചാ ഞാൻ വരും. എപ്പോഴാന്നറിയോ? നിങ്ങളുടെ ഏട്ടനും ലക്ഷ്മിയും തമ്മിൽ വേർപിരിയുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങക്ക്? ഒരിക്കലും പറ്റില്ല. പിന്നെ കൂടുതൽ സംസാരിക്കണ്ട. ഇടയ്ക്ക് എന്നെ കാണാൻ വരികയും വേണ്ട. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട്. അതാണിപ്പ എന്റെ ബാധ്യത. അതുകൊണ്ട് ചിലപ്പോ ആ ബാധ്യത ഇല്ലാതാക്കാൻ അതിനെ പോലും ഞാൻ കളഞ്ഞെന്ന് വരും.
അങ്ങനെയുള്ള പാപങ്ങളൊന്നും എന്നെ കൊണ്ട് വെറുതെ ചെയ്യിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, വിവാഹം വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം മരിച്ചു കഴിഞ്ഞു. എന്റെ ഹൃദയത്തിൽ ഇപ്പൊ നിങ്ങളില്ല. എനിക്ക് നിങ്ങളോട് സ്നേഹവും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ഇനി എന്നെ കാണാൻ വരരുത്. ശരി, എന്നാ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല.